സദ്ഗമയ ജ്യോതിർഗമയ. നേരറിയുക, നേരത്തെ അറിയുക. സത്യം സത്യമായി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് അതാണ്. സത്യത്തിലേക്ക് ഒരു കൈ ചൂണ്ടി സ്വാഗതം സദ്ഗമയയിലേക്ക്. സദ്ഗമയ. ഇന്ന് സദ്ഗമയയിൽ നമ്മോടൊപ്പം ഉള്ളത് ജീവചരിത്ര ശാഖയിൽ അതോടൊപ്പം ചരിത്ര ഗ്രന്ഥ രചന മേഖലയിലുമൊക്കെ കാതലായ ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഗ്രന്ഥകാരനും മിസിയോളജിസ്റ്റും പ്രഘോഷകനുമായ സാജു ജെ മാത്യു. സദ്ഗമയയുടെ പ്രേക്ഷകർക്ക് വളരെ പരിചിതനാണ് അദ്ദേഹം. വളരെ സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ ഞങ്ങൾ സദ്ഗമയയിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു. താങ്കളൊരു ക്രിസ്ത്യാനിയാണല്ലോ അല്ലേ? യെസ്. സംശയം എന്താ? അതുകൊണ്ട് തന്നെ നേർക്ക് നേരെ ചോദിക്കുകയാണ്. ഒരു ചൊല്ലിങ്ങനെയുണ്ട്, ചോറിങ്ങും കൂറങ്ങും എന്ന്. ഒരു ക്രിസ്ത്യാനിയായി ഭാരതത്തിൽ താങ്കൾ പാർക്കുമ്പോൾ തന്നെ പല ക്രിസ്ത്യാനികളെ കുറിച്ചും പറഞ്ഞു കേൾക്കാറുള്ളത് അവരുടെ മനസ്സ് പിടക്കിയാണ്. അമേരിക്ക, ഇംഗ്ലണ്ട് ഇതുപോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ. ശരിക്കും ഒരു ഭാരതീയ ക്രൈസ്തവൻ ഭാരതത്തോട് കൂറുള്ളവനാണോ? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? ഭാരതീയ ക്രൈസ്തവൻ എന്നുള്ളതല്ല, ഭാരതത്തിൽ ജനിച്ച ആർക്കും ഭാരതത്തോട് കൂറുണ്ട്, ഉണ്ടായിരിക്കണം, ഉണ്ട് താനും. ഒന്നാമത്തെ കാര്യം, ഭാരതം എന്ന് പറയുന്നത് നമുക്ക് അഭിമാനം തരുന്നതായ ഒരു രാജ്യമാണ്. അതിൻ്റെ ഹെറിറ്റേജ് എന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ മറ്റു രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ സംസാരിക്കുമ്പോഴും വാസ്തവത്തിൽ അവരുടെയൊക്കെ ഇപ്പോഴത്തെ ഏറ്റവും ആധുനികമായ കാര്യങ്ങൾ അവർ പറയുമ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എസ്പെഷ്യലി എഡ്യൂക്കേഷനിലാണെങ്കിലും നളന്ദ പോലെയോ തക്ഷില പോലെയോ, അതല്ലെങ്കിൽ മെഡിക്കൽ സയൻസിലാണെങ്കിൽ, അതല്ലെങ്കിൽ നോളജിൻ്റെ തലത്തിലാണെങ്കിൽ, ഏത് രീതിയിൽ നോക്കിയാലും ഇന്ത്യയിൽ ജനിച്ചു എന്ന് പറയുന്നതും ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതും വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഒരു ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ അയാൾക്ക് മറ്റൊരു സ്ഥലത്തോട് കൂടെ ഉണ്ടാകേണ്ട കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം, അതൊരു വിശ്വാസമാണ്. എൻ്റെ ജനനം ഇതാണ്, എൻ്റെ പൈതൃകം എന്ന് പറയുന്നത് ഇന്ത്യൻ പൈതൃകമാണ്. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസമാണ്, അല്ലെങ്കിൽ ഐ ബിലീവ് ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ബേസിക്കലി ഒരു ക്രിസ്ത്യാനിയാണോ അതോ ഒരു ഭാരതീയനാണോ? അത് ഒരു വല്ലാത്ത ചോദ്യമാണ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളൊരു ഭർത്താവാണോ അതോ പിതാവാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഉള്ളൂ. ഞാനൊരു ഭർത്താവുമാണ് പിതാവുമാണ് എന്ന് പറയുന്നത് പോലെ ഞാനൊരു ഭാരതീയനാണ്, അതേസമയം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. നമ്മൾ ഇതിനെ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കേണ്ട ഒരു കാര്യമേ ഇല്ല. കാരണം ഒന്ന് എൻ്റെ പൈതൃകം അല്ലെങ്കിൽ ജനനം കൊണ്ട് ഞാൻ ആയിത്തീർന്ന അവസ്ഥയാണ്, അതിനകത്ത് ഞാൻ അഭിമാനിക്കുന്നു. അതേസമയം രണ്ടാമത്തത് എൻ്റെ വിശ്വാസമാണ്, ഫെയ്ത്ത് ആണ്. ഐ ബിലീവ് ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പൈതൃകവും വിശ്വാസവും രണ്ടാണ്. അപ്പോൾ വിശ്വാസം അവിടെ നിലനിൽക്കെ തന്നെ താങ്കളുടെ ഭാരതീയനായി അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നു എന്നാണ്? തീർച്ചയായിട്ടും. എന്തുകൊണ്ടല്ല, എന്ന് തന്നെയല്ല, ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ക്രിസ്ത്യാനികളും ഭാരതീയരാണ് എന്നുള്ള കാര്യത്തിൽ അഭിമാനിക്കുന്നവരാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഞാൻ പറയാൻ കാരണം, ക്രിസ്തീയ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ധാരാളം ലോകരാഷ്ട്രങ്ങൾ അല്ലെ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള, ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങൾ, അവരൊക്കെ സാമ്പത്തികമായി വളരെ ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ടാവാം പലപ്പോഴും ആ പാശ്ചാത്യ രാജ്യങ്ങളോട് ഇവിടെയുള്ള ആളുകൾക്ക് എന്തോ ഒരു മമതയോ അല്ലെങ്കിൽ ഒരു ആവേശമോ താല്പര്യമോ അവിടേക്ക് പോകാനുള്ള ഒരു അഭിനിവേശമോ ഒക്കെ ഉണ്ടാകുന്നത്. ഞാൻ ഈ കാര്യത്തോട് ശരിക്കും വിയോജിക്കുകയാണ്. കാര്യം, ലോകത്തിൽ ക്രിസ്തീയ രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ല. കാരണം യേശു ക്രിസ്തു ഒരിക്കലും അങ്ങനെയൊന്നും വിഭാവന ചെയ്തിട്ടില്ല. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ലോകത്തിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്കൊരു രാജ്യം ഉണ്ടാകാൻ കഴിയുന്നത്? അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല. രാഷ്ട്രം വേറെ, വിശ്വാസം വേറെ. പിന്നെ അമേരിക്ക, ഇപ്പോൾ അമേരിക്കയുടെ കാര്യത്തിലൊന്നും വലിയ കാര്യങ്ങൾ പറയാനില്ല. പക്ഷേ ഒരു കാലയളവിൽ അമേരിക്കയോ ജർമ്മനിയോ ഇംഗ്ലണ്ടോ മുതലായ രാജ്യങ്ങൾ കുറേ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിൽ കഴിഞ്ഞു എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ അവിടേക്ക് പോകാനായിട്ട് ഇന്ത്യക്കാരെ ആയിട്ടുള്ള എല്ലാവരും, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ട് പോയിട്ടുള്ള ആളുകളുടെ ശതമാനക്കണക്ക് നോക്കിയാൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മറ്റു മതക്കാരാണുള്ളത്, ഇല്ലേ? കമ്പനികൾ ഒരുപക്ഷെ വാഷിങ്ടണിലോ, നമ്മുടെ ഇവിടുത്തെ തന്നെ മിക്കവാറുമുള്ള ഇന്ത്യൻ കമ്പനികളുടെ ഒക്കെ ഓഫീസസ് വാഷിങ്ടണിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ ഉണ്ട്. ലക്ഷ്മി മിത്തൽ എന്ന് പറയുന്ന വ്യക്തി ക്രിസ്ത്യാനിയല്ലോ, പക്ഷെ അദ്ദേഹം താമസിക്കുന്നത് സ്വരാജ് പോൾ. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. പക്ഷെ അവരൊക്കെ ഇന്ത്യയോട് കൂറുള്ള, വിദേശത്ത് താമസിക്കുമ്പോൾ തന്നെ ഇന്ത്യയോട് കൂറുള്ള വ്യക്തികളാണ്. ഇതേപോലെ തന്നെ ഇന്ത്യയിൽ താമസിക്കുകയും ഇന്ത്യയിൽ വിദേശത്ത് പോകുന്നത് അവരുടെ ജോലിയുമായിട്ടോ മറ്റുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ്. അല്ലാതെ ഒരു കാരണവശാലും അമേരിക്ക ഒരു ക്രിസ്തീയ രാജ്യം എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അമേരിക്ക എന്നുള്ളതല്ല ഒരു രാജ്യത്തെ. പക്ഷേ മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ധാരാളം രാജ്യങ്ങളുണ്ടല്ലോ. അതായത് നമ്മുടെ ഭാരതത്തെ കുറിച്ച് തന്നെ പറയുമ്പോൾ രാമരാജ്യം എന്നൊരു സങ്കല്പം ഇവിടെ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. മഹാത്മാഗാന്ധി തന്നെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞായിട്ട് സൂചനയാണ്. എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ചുള്ള?
ഈ ഭാഷ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വ്യാവഹാരിക തലത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ നമ്മുടെ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ വിശകലനം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ രാമരാജ്യം എന്ന് മഹാത്മാഗാന്ധി ഉദ്ദേശിച്ചത് എന്താണ്? ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഒരു രാജ്യം എന്ന നിലയിലാണോ? അല്ല. ഇനി രാമൻ എന്ന് പറയുന്ന വ്യക്തിയെ എടുക്കുക. വളരെ സുന്ദരമായ ഒരു ഭരണം ഇന്ത്യക്ക് കാഴ്ചവെച്ച ഒരു പുരാണ കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞാൽ രാമൻ. രാമന്റെ ഭരണത്തിൽ രാമനെ വിളിക്കാത്തവർക്കും തീർച്ചയായും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. രാമൻ ഭരിക്കാതിരുന്നതായ കാലയളവിൽ ഭരതൻ നാട് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാജ്യത്തെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഭരതനോട് രാമൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ചോദിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ ഭരണത്തിന് കീഴിൽ ചർവാകന്മാർക്കും സുഖമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ചർവാകന്മാരെ എത്തിസ്റ്റുകളാണ്, നിരീശ്വരവാദികളാണ്. നിരീശ്വരവാദികൾക്ക് പോലും, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാത്തവരായ ആളുകൾക്ക് പോലും സൗഖ്യമുണ്ടാകുന്ന ഒരു രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ രാമരാജ്യം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ തത്വം അനുസരിച്ച് ഭരിക്കാൻ ഒരാള്, ഞാൻ പറഞ്ഞല്ലോ യേശുക്രിസ്തു ഒരിക്കലും ഒരു രാജ്യം സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു രാജ്യം ലോകത്തിലില്ല. ഒരു രാജ്യവും അങ്ങനെ ആകണം എന്ന് ചിന്തിക്കുന്നതിനകത്ത് അർത്ഥവുമില്ല. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ തന്നെ, ഇപ്പോൾ സപ്പോസ് ഒരു ക്രിസ്ത്യാനി ഒരു രാഷ്ട്രത്തിന്റെ നേതാവാകുന്നു വെച്ചാൽ, നിങ്ങളിപ്പോൾ എന്നെ പിടിച്ച് ഇന്ത്യയുടെ ഒരു ഭരണാധികാരി ആക്കിയാൽ, ഞാൻ ആകാനൊന്നും വരുന്നില്ല, ആക്കിയാൽ എൻ്റെ ചിന്ത അന്ന് മുതൽ അവിടെ ഭരണത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരു ഭാരതീയനാണ്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഒരേ അവകാശങ്ങൾ ലഭിക്കുന്ന രീതിയിൽ ഭരിക്കാനേ ഞാൻ പരിശ്രമിക്കത്തുള്ളൂ. കാരണം വേദപുസ്തകം പഠിപ്പിക്കുന്നതാണ്, ഇതൊന്നും വേണ്ട, ദൈവത്തിന് ആരെ വേണമെങ്കിലും എന്തും ചെയ്യാമെന്നൊക്കെയാണല്ലോ നമ്മുടെ വിശ്വാസം. എന്നിട്ട് ദൈവം ഇല്ലെന്ന് പറയുന്നവരെയോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നവരെയോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ഉപദ്രവിക്കുന്നവരെയോ ഭൂമിയിൽ വെച്ചേക്കാതിരിക്കുന്നൊന്നുമില്ല ദൈവം. അപ്പോൾ ക്രിസ്തീയമായ മനസ്സെന്ന് പറയുന്നത് തീർച്ചയായും അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ചിന്ത ഉണ്ടാക്കിയിട്ട് ഒരു വിഭാഗീയത ഉണ്ടാക്കുകയോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നില്ല. പക്ഷേ അപ്പോൾ തന്നെ ഈ ക്രിസ്തീയ പ്രവർത്തകരൊക്കെ പലപ്പോഴും ഉച്ചരിക്കാറുള്ള ഒരു പദപ്രയോഗത്തിൽ ഒരു ശൈലിയിൽ യേശുവിന്റെ രാജ്യം, ദൈവരാജ്യം, ക്രിസ്തുവിന്റെ രാജ്യം, ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങൾ വരാറുണ്ടല്ലോ. ശരിയാണ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എങ്ങനെയാണ് ആളുകൾ ഗ്രഹിക്കുന്നത്, അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുമ്പേ രാമരാജ്യത്തിന്റെ കാര്യം പറഞ്ഞതുപോലുള്ള ഒരു പ്രോബ്ലം ഉണ്ട് ഇവിടെ. യേശുവിന്റെ രാജ്യം എന്ന് വേദപുസ്തകം വിഭാവന ചെയ്യുന്നത് ഒരു കാരണവശാലും യേശു രാജാവായിരിക്കുന്നതോ ക്രിസ്ത്യാനികൾ രാജാവായിരിക്കുന്നതായോ ഒരു ഭരണത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ഭരണത്തെക്കുറിച്ച്, ഒരു രാഷ്ട്രത്തെക്കുറിച്ചല്ല. എന്നാൽ യേശുവിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ യേശുവിന്റെ ചിന്താഗതികൾ അക്സെപ്റ്റ് ചെയ്യുന്ന, യേശുവിനെ കർത്താവാക്കിയിരിക്കുന്ന, രാജാവാക്കിയിരിക്കുന്ന ജനങ്ങളുടെ ഒരു കൂട്ടായ്മ എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഭവനത്തിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എല്ലാം യേശു ക്രിസ്തുവിനെ കർത്താവാക്കിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് യേശുവിൻ്റെ രാജ്യമാണ്. എന്ന് വെച്ചുകൊണ്ട് എൻ്റെ അയൽവക്കത്തുള്ള ഒരാൾക്ക് മറ്റൊന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന അല്ല അതിൻ്റെ അർത്ഥം. അയൽവക്കത്തുള്ളവരുടെ വിശ്വാസം വിരുദ്ധമായിരിക്കുമ്പോഴും 100% ആത്മാർത്ഥതയോടെ അവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് എനിക്കുള്ളത്. എൻ്റെ ചുറ്റുപാടുള്ള ആളുകളെല്ലാം ക്രിസ്ത്യാനികളൊന്നും അല്ലല്ലോ. ഞാൻ പഠിക്കുന്ന കോളേജ് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കോളേജ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ, നിങ്ങളുടെയൊക്കെ ഏതോ ആയിക്കോട്ടെ, അവിടെ എന്തെല്ലാം തരത്തിലുള്ള മതങ്ങളിലെ ആളുകൾ വരുന്നു. പക്ഷെ ഒരു ക്രിസ്ത്യാനി, യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിക്കാനായിട്ട് തയ്യാറുള്ളവനായിരിക്കും അവൻ. അപ്പോൾ ഈ മതപരമായ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ യാതൊരു അസഹിഷ്ണുതയും പ്രകടിപ്പിക്കാൻ ക്രിസ്ത്യാനി തുനിയുകയില്ല. ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം റിലിജിയൻ അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് ശരിക്കും ജനനം കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ശരിക്കും വേദോസം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു ചിന്ത ജാതിയും മതവും ഒന്നാണെന്നാണ്. അപ്പോൾ ഞാൻ ഞാൻ ഭാരതീയനാണ്, ഭാരതത്തിൽ ജനിച്ച ഞാൻ ഭാരതീയനാണ്, എൻ്റെ പൈതൃകം ഭാരതീയമാണ്. പക്ഷെ എൻ്റെ വിശ്വാസം വ്യത്യാസമുണ്ട്. എൻ്റെ വിശ്വാസം ഞാൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. ജന്മന ലഭിക്കുന്നതല്ല. അങ്ങനെ ആകാൻ പാടില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരൻ്റെ മക്കളെല്ലാം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുമായിരിക്കണം. അങ്ങനെയല്ലല്ലോ. ഒരു ക്രിസ്ത്യാനിയുടെ മകൻ ആയതുകൊണ്ട് ഒരിക്കലും അവൻ ക്രിസ്ത്യാനി ആകുന്നില്ല. ഒരു കാരണവശാലും ക്രിസ്ത്യാനിയുടെ മകനായതുകൊണ്ട് ഒരാൾ ക്രിസ്ത്യാനിയാകണമെന്ന് നിർബന്ധമില്ല. ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഭവനത്തിൽ ജനിച്ചവന് ഒരു പക്ഷേ കോൺഗ്രസ് തത്വങ്ങൾ പഠിക്കാൻ കുറെ കൂടുതൽ സാഹചര്യം ഉണ്ടായെന്നിരിക്കും. എന്നാൽ അതേസമയം കോൺഗ്രസിന്റെ തത്വങ്ങളല്ലാതെ വേറെ ഒന്നും നീ പഠിച്ചേക്കരുതെന്ന് പറയുന്ന ഒരു പിതാവായിരിക്കത്തില്ല ഒരു നല്ല പിതാവെന്ന് പറയുന്നത്. എന്നതുപോലെ ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു പരിധിവരെ അവൻ്റെ അല്ലെങ്കിൽ ഒരു ഹിന്ദു ആണെങ്കിലും ഒരു മുസ്ലിം ആണെങ്കിലും അവൻ്റെ ഭവനത്തിൽ അവന് ആ കാര്യത്തെക്കുറിച്ച് പഠിക്കാനുള്ള കൂടുതൽ സാഹചര്യം ഉണ്ടായെന്നിരിക്കും എന്നുള്ളൊരു വാസ്തവമാണെങ്കിലും തിരഞ്ഞെടുക്കേണ്ട ഒരു സമയത്ത് അവന് തീർച്ചയായും അവന് ബോധ്യപ്പെടുന്ന വിശ്വാസം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്ന് തന്നെയാണ് വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. തീർച്ചയായിട്ടും.
യേശുവിന്റെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ തിരികെ വരാൻ ആഗ്രഹിക്കാം. പക്ഷേ യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ താൻ രാജാവാണ് എന്ന്. പീലാത്തോസ് തന്നെ വിസ്തരിക്കുന്ന പീലാത്തോസിന്റെ മുന്നിൽ തന്നെ സമ്മതിക്കുന്നുണ്ട്, തുറന്നു പറയുന്നുണ്ട് ഞാൻ രാജാവാണ്. അപ്പോൾ ആ അവകാശവാദത്തിന് പിന്നിലുള്ള ചേതോവികാരം എന്താ? യേശു രാജാവാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം, അല്ലെങ്കിൽ യേശു രാജാവാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ അതിന് മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ആണ് പീലാത്തോസുമായിട്ടുള്ള ഈ സംഭാഷണം നടക്കുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം തന്നെ 6-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ രാജാവാക്കാനായിട്ട് ആളുകൾ പരിശ്രമിക്കുന്നുണ്ട്. അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടെ വന്ന് രാജാവാക്കണമെന്ന് പരിശ്രമിച്ചു. പക്ഷേ അവൻ ഒഴിഞ്ഞു പോവുകയാണ്. അതായത് അങ്ങനെ ഒരു രാജ്യം അല്ല യേശു വിഭാവന ചെയ്തത്. 2, പീലാത്തോസിന്റെ അടുത്ത് നീ രാജാവോ, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു പറയുന്നത് എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്റെ രാജ്യം പോലെ ഒരു രാജ്യമായിരുന്നെങ്കിൽ യഹൂദന്മാരെന്നെ തൊടാതിരിക്കേണ്ടതിന് എൻ്റെ ചേവകന്മാർ അല്ലെങ്കിൽ എൻ്റെ പടയാളികൾ പോരാടുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അപ്പോൾ ഇവിടെ ഒരു രാജ്യം അങ്ങനെ സ്ഥാപിക്കുക എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ലക്ഷ്യത്തിൽപ്പെട്ട ഒരു കാര്യമല്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, യേശുവിൻ്റെ എന്നാൽ അതേസമയം നീ രാജാവോ എന്ന് രണ്ടാമത് എടുത്തു ചോദിക്കുമ്പോൾ പീലാത്തോസിനോട് യേശു പറയുന്നുണ്ട്, യെസ് ഞാൻ രാജാവാണ്. എങ്ങനെ രാജാവാണ്? എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ഞാൻ രാജാവാണ്. അത് ഒരു ആത്മതലത്തിലാണ്. ആത്മതലത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും അത് ഭരണപരമായ ഒരു കാര്യമല്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ രാജ്യങ്ങളിലും രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് പ്രജകളല്ല. ഒരു രാജാവ് വരുന്നു ഭരണം കൊണ്ട് അല്ലെങ്കിൽ വാളുകൊണ്ട്, പ്രജകൾ എൻ്റെ കൂടെ നിൽക്കണം. നിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരത് അനുഭവിക്കേണ്ടി വരും. എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ അതല്ല. യേശുവിൻ്റെ കാര്യത്തിൽ രാജാവിനെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. എന്നെ ഭരിക്കാനായിട്ട് ഞാൻ യേശുവിനെ അനുവദിക്കുകയാണ്. പ്രജയുടെ തീരുമാനമാണ്. അതും ഒരു മൊറാലിറ്റിയുടെയോ അല്ലെങ്കിൽ എത്തിക്സിൻ്റെയോ അതല്ലെങ്കിൽ ആത്മതലത്തിലോ ഒക്കെയാണ് യേശു രാജാവായിരിക്കുന്നത്. അല്ലാതെ രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടല്ല. എന്ന് തന്നെയല്ല, യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന പൗലോസ് വളരെ കൃത്യതയോടുകൂടെ ആവശ്യപ്പെടുന്ന കാര്യമുണ്ട്, സകല അധികാരങ്ങൾക്കും കീഴടങ്ങിയിരിക്കുവിൻ. ഒരുപക്ഷെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത, സഹിക്കാത്ത രാഷ്ട്ര നേതാക്കൾ ഉണ്ടായേക്കാം. അവർക്ക് പോലും നിങ്ങൾ കീഴടങ്ങിയിരിക്കണം. കാരണം എല്ലാ അധികാരവും വരുന്നത് ദൈവത്തിൽ നിന്നാണ് എന്നുള്ള യാഥാർത്ഥ്യം പൗലോസ് ഓർപ്പിക്കുകയാണ്. എന്ന് തന്നെയല്ല, പൗലോസിൻ്റെ ജീവിതത്തിലും എത്രയോ സന്ദർഭങ്ങളിൽ റോമൻ ഭരണത്തിന് കീഴ്പ്പെട്ട് അല്ലെങ്കിൽ അവരുടെ നിയമത്തിന് കീഴ്പ്പെട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു മനോഭാവമാണ് ശരിക്കും ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകുന്നത്. എന്നതുപോലെ ഒരു ഭൂമിയിലാണെങ്കിലും നമ്മളിപ്പോൾ ജീവിക്കുക, ഞാൻ ഇന്ത്യയിൽ ജീവിക്കുകയാണ്, ഞാനൊരു നല്ല സിറ്റിസൺ ആകാനേ നോക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു മോശം സിറ്റിസൺ ആകാനായിട്ട് നോക്കത്തില്ല. ഞാൻ തീർച്ചയായിട്ടും ഒരു നല്ല, ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു സിറ്റിസൺ ആയിരിക്കും. സിറ്റിസൺ ആകുക എന്നുള്ള പദം താങ്കൾ ഉപയോഗിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതിന് മുൻപ് മറ്റൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, തുറന്നു ചോദിക്കുകയാണ്. താങ്കളൊരു മിഷണറിയാണ്, ക്രിസ്തീയ പ്രവർത്തകനാണ്. കിട്ടുന്ന എല്ലാ വേദികളിലും അവസരങ്ങളിലും ഈ സുവിശേഷം പ്രഘോഷിക്കുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ താങ്കൾ ശ്രമിക്കും. ഇതിന്റെ പിന്നിലൊരു ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഭാരതത്തെ ഒരു ക്രൈസ്തവ രാജ്യമാക്കി മാറ്റാനുള്ള ഒരു ഗൂഢശ്രമമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഭാരതത്തെ ക്രിസ്തീയ രാജ്യമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ക്രിസ്ത്യൻ പ്രധാനമന്ത്രിയും ക്രിസ്ത്യൻ പ്രസിഡന്റും ക്രിസ്ത്യൻ എംപിമാരും ക്രിസ്ത്യൻ MLA-മാരും എല്ലാം കൂടെ ചേർന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇവിടെ ഭരണം എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റമോ? അങ്ങനെ ഒരു സിസ്റ്റം ഒരിക്കലും വേദപുസ്തകം വിഭാവന ചെയ്യുന്നില്ല. ഒരുപക്ഷെ മറ്റ് മതങ്ങളിൽ അങ്ങനെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം. പക്ഷേ വേദപുസ്തകം ഒരിക്കലും വേദപുസ്തകത്തിന്റെ തത്വങ്ങൾ തന്നെ ഒരാളിൽ പോലും വ്യക്തിപരമായി പോലും അടിച്ചേൽപ്പിക്കുന്നില്ല. ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോഴും അത് ഞാൻ തിരഞ്ഞെടുത്തതാണ്. യേശു എൻ്റെ രാജാവാണെന്ന് പറയുമ്പോൾ അത് ഞാൻ തിരഞ്ഞെടുത്തതാണ്. ഞാൻ തിരഞ്ഞെടുക്കാത്ത ഒരു കാര്യം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് യേശു കർത്താവ് പോലും പരിശ്രമിക്കുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ നാളെ യേശുവിനെ തള്ളി പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ലത് വേറെ കാര്യം. എന്നാൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി നാളെ യേശുവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉടനെ തന്നെ അവൻ ഇടിമിന്നലായിട്ട് മരിക്കുന്നൊന്നും അല്ലല്ലോ. അങ്ങനെയൊന്നും ചരിത്രമൊന്നുമില്ല. എത്രയോ പേര് യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഇടിമിന്നലായിട്ട് മരിക്കുകയൊന്നും ചെയ്തില്ലല്ലോ. യേശുവിന് ഒരുപക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അതല്ല യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയോ മറ്റേതെങ്കിലും രാജ്യമോ ഒരു ക്രിസ്തീയ രാജ്യമാക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട, ഒരു പൊളിറ്റിക്കൽ അജണ്ട, അതാണ് കറക്റ്റായിട്ടുള്ള വാക്ക്. ഒരു രാഷ്ട്രീയ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ഒരു 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 കാര്യമല്ല ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളൂ നിന്റെ രാജ്യം വരണമേ എന്ന്
എന്താണ് അതിന്റെ അർത്ഥം? നിന്റെ രാജ്യം വരണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യം വരണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ രാജ്യം വരണം എന്നുള്ളത് എൻ്റെ പ്രാർത്ഥനയാണ്. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്തർത്ഥത്തിലാണ് ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത്? ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥ, ഞാൻ അവനെ അനുസരിക്കുന്നതായ അവസ്ഥ. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് എൻ്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് വിമോചനം തന്ന വിമോചകനായ ദൈവമാണ്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്മ ചെയ്യണമെന്ന് പോൾ ഒരു റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. അങ്ങനെ ഈ പാപത്തിന് അധീനമായ എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ആര് വിടുവിക്കും എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു വിലാപം. ശരിക്കും അവിടെ ഞാൻ അനുഭവിക്കുന്ന ഒരു അടിമത്വമുണ്ട്. ഞാൻ ആർക്കടിമയായിരിക്കുന്നു അവനാണ് എൻ്റെ രാജാവ്. അപ്പോൾ ഞാൻ പാപത്തിന് അധീനനാണെങ്കിൽ, പാപത്തിന് അടിമയാണെങ്കിൽ തീർച്ചയായും പാപമാണ് എൻ്റെ രാജാവ്, അല്ലെങ്കിൽ ആ ഈവിൾ പവറാണ്. പാപം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തി നമ്മൾ അതിനെ സാത്താൻ അല്ലെങ്കിൽ പിശാച് എന്നൊക്കെ വിളിക്കുന്നു അല്ലേ. അപ്പോൾ ആ പിശാച് പറയുന്നത് അനുസരിച്ചു കൊണ്ടിരുന്നവനായ ഞാൻ അവൻ്റെ രാജ്യത്തിലെ പ്രജയാണ്. അല്ലാതെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ പ്രജയായിരുന്ന വ്യക്തി ഇന്ത്യ മഹാരാജ്യം വിട്ടേച്ച് വേറൊരു രാജ്യത്തിലോട്ട് കയറുന്നതല്ല പ്രത്യുത. പാപത്തിൻ്റെ രാജ്യത്തിൽ, പിശാചിൻ്റെ സാമ്രാജ്യത്തിൽ പാപത്തിന് അധീനനായിരുന്ന വ്യക്തി പാപത്തെ ഉപേക്ഷിച്ച്, പിശാചിനെ ഉപേക്ഷിച്ച് നന്മയിലേക്കും ദൈവികതയിലേക്കും പ്രവേശിക്കുന്നതാണ് വേദവസം വിഭാവന ചെയ്യുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ രാജ്യം എന്ന് പറയുന്നത്. എന്റെ പൗരത്വം ഇവിടെയല്ല, സ്വർഗത്തിലാണ് എന്റെ പൗരത്വം എന്ന് പറയാറുണ്ടല്ലോ. യെസ്, അതോട് ഇതിനെ ചേർത്ത് എങ്ങനെ വായിക്കാൻ? എന്റെ പൗരത്വം ഇവിടെയല്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയിലല്ല എന്നല്ല അതിന്റെ അർത്ഥം. അത് രണ്ടാണ്. അതായത് ഞാൻ ഇന്ത്യൻ പൗരനായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഇമോഷൻസ്, എൻ്റെ ഇൻ്റലിജൻസ്, അതായത് എൻ്റെ ബുദ്ധി, എൻ്റെ ശക്തി, എൻ്റെ വികാരങ്ങൾ, ഇവയൊക്കെ നിയന്ത്രിക്കുന്ന നിയന്ത്രണ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അത് ദൈവമാണ് അല്ലെങ്കിൽ സ്വർഗമാണ്. അതുകൊണ്ടാണ് പോൾ കൊലോസിയ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിക്കും. ഇന്ത്യയിലുള്ളത് അല്ല എന്നല്ല പറയുന്നത്, ഭൂമിയിലുള്ളതല്ല. അവിടെ ഭൂമി എന്ന് പറയുന്നത് വസ്തുവോ അല്ലെങ്കിൽ രാജ്യമോ ഒന്നുമല്ല വിഭാവന ചെയ്യുന്നത്. ഭൂമിയുടെ ഒരു വ്യവസ്ഥയാണ്, ലോകത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്. അപ്പോൾ ആ ലോകത്തിൻ്റെ ദുഷ്ടവ്യവസ്ഥയെ വിട്ടിട്ട്, അതായത് തിന്മ പ്രഘോഷിക്കപ്പെടുന്ന, തിന്മ അപ്രീഷിയേറ്റ് പ്രഘോഷിക്കപ്പെടുക മാത്രമല്ല, അത് ഇന്നിപ്പോൾ തിന്മ സ്വീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അഭിനന്ദിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, തിന്മയുടെ തേർവാഴ്ച നടക്കുന്നതായ ഒരു ലോകത്തിൽ എൻ്റെ പൗരത്വം അല്ലെങ്കിൽ എൻ്റെ ലോയൽറ്റി തിന്മയുടെ ലോകത്തോടല്ല, പ്രത്യുത എന്നെ നന്മയിലേക്ക് നയിക്കുന്ന യേശുവിലേക്കും ആ യേശുവിൻ്റെ സ്റ്റാൻഡേർഡിലേക്കുമാണെന്നാണ് ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത്. തിന്മയുടെ തേർവാഴ്ച നടക്കുന്ന ആ ദുഷ്ടവ്യവസ്ഥയുള്ള വേൾഡ് സിസ്റ്റം, ഇതിൽ നിന്നും ഉന്നതമായ ഉദാത്തമായ ഒരു സ്വർഗീയ വ്യവസ്ഥയിലേക്ക് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ചിന്താഗതിയും പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് രാജാവ് മാറേണ്ടി വരുന്നത്. രാജാവ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് മാറി മറ്റൊരു രാജാവിനെ ആക്കുന്നതല്ല അവിടുത്തെ വിഷയം. എന്നെ നയിച്ചുകൊണ്ടിരുന്ന, ഞാൻ എന്തിനോട് തോൽക്കുന്നു അതിൻ്റെ അടിമയാണ് ഞാൻ എന്താണ് എന്നെ നിയന്ത്രിക്കുന്നത് അതാണ് എൻ്റെ രാജാവ്. ഞാനീ പറയുന്നത് നമ്മുടെ രാഷ്ട്രവ്യവസ്ഥ ആത്മീയ തലത്തിലാണ്. എൻ്റെ യേശുവുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതിന് മുമ്പ് എന്നെ നയിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ തോറ്റിരുന്നത് പാപത്തോടാണ്. പാപം വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് അതിനോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയില്ല. അപ്പോൾ അങ്ങനെ പാപത്തിന് അധീനനായി അടിമയായി ജീവിച്ചിരുന്ന എനിക്ക് യേശു കർത്താവ് വന്നിട്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചനം തന്ന് നന്മ ചെയ്യാനുള്ള ശക്തി തരികയാണ്. ആ ശക്തി യേശു കർത്താവിന് മാത്രമേ തരാൻ കഴിയത്തുള്ളൂ. യേശുവിൻ്റെ ജന്മത്തെക്കുറിച്ച് ദൂതന്മാരെ പാട്ടുപാടുമ്പോൾ പറയുന്നത്, അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാനിരിക്കുന്നത് കൊണ്ട്. പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി ക്രിസ്തു അക്ഷരാർത്ഥത്തിൽ ഈ മനുഷ്യ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി അവൻ പാപത്തിൻ്റെ ക്ലച്ചസിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ, ആ പാപത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ആ ശക്തിയെയും അവൻ നശിപ്പിച്ചു കളയാണ്, ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്തത്. അത് ചെയ്തത് അവൻ പാപത്തിൻ്റെ പരിണിത ഫലമായ മരണം, അല്ലെങ്കിൽ മരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫിസിക്കൽ ഡെത്ത് എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ പോരാ. അതിന്റെ കാരണം മരണത്തോടുകൂടെ നമുക്ക് ഭൂമിയിൽ ഇനിയും ജീവിക്കാനുള്ള അവസരം ഉണ്ടാവുകയാണ്. അപ്പോൾ ഭൂമിയിൽ ഇനിയും ജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് തെറ്റ് തിരുത്താൻ പോലും പറ്റത്തുള്ളൂ.
അപ്പോൾ നമ്മുടെ ഒടുവിലത്തെ ശത്രു മരണമാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരണത്തോടുകൂടെ എനിക്ക് തെറ്റുതിരുത്താനുള്ള സാധ്യതകൾ ഇല്ലാതെയായി തീരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മരണത്തിന്റെ അധീനതയിൽ നിന്ന് എന്നെ വിടുവിക്കാനായിട്ട് യേശു കർത്താവ് മരണം വഹിക്കുന്നതാണ് കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നത്. ആ യേശു കർത്താവിന്റെ ശക്തിയിൽ, ആ യേശു കർത്താവിനെ, ക്രിസ്ത്യാനിത്വം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് സംതിങ് ലൈക്ക് ക്രൈസ്റ്റ് ഇൻ എക്സ്പീരിയൻസ് ആണ്. ആ യേശു എന്നിലേക്ക് വരുന്ന പേഴ്സണൽ റിലേഷൻഷിപ്പാണ്, ഒരു ആത്മയാഥാർത്ഥ്യമാണ്. അല്ലാതെ യേശു എന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന പറയുമ്പോൾ ഫിസിക്കലായിട്ടൊരു മനുഷ്യൻ കയറിയിരിക്കുന്നതല്ല. സി, ജീസസ് ഈസ് ഇൻസൈഡ് മീ, എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ എന്റെ ഉള്ളിൽ യേശു ഉള്ളത് കൊണ്ടാണ് എനിക്ക് പാപത്തോട് പോരാടാൻ കഴിയുന്നത്. കാര്യം സ്വാഭാവികമായി ഞാൻ എത്രയോ പരിശ്രമിച്ചിട്ടും കഴിയാതിരുന്ന കാര്യം ഇപ്പോൾ കഴിയുന്നുണ്ടോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. എൻ്റെ ശക്തി കൊണ്ടല്ല, യേശു എന്നിൽ വസിച്ചുകൊണ്ട് തിന്മയുടെ ശക്തികളോട് പോരാടാനുള്ള ശക്തി എന്നിലേക്ക് പകർന്നു തരികയാണ്. അത് സാധിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ പാപത്തിൻ്റെ ആ ക്ലച്ചസ്, അല്ലെങ്കിൽ അതിനോട് ഞാൻ ചെയ്തു പോയ എല്ലാ എൻ്റെ പാപങ്ങളുടെ എന്താണ് അതിൻ്റെ ശിക്ഷയും അതിൻ്റെ പരിണിത ഫലവും എല്ലാം മായ്ച്ചു കളയാനായിട്ട് തിന്മയുടെ ശക്തിയായ പിശാചിനോട് പോരാടി അവനെ വിജയിച്ച്, അതായത് പിശാചിന് എൻ്റെ മേൽ സ്പർശിക്കുവാൻ പോലും അവകാശമില്ലാത്ത നിലയിൽ യേശു ഒരു വിജയഗാഥ, വാസ്തവത്തിൽ ക്രൂശ് എന്ന് പറയുന്നത് ഒരു വിജയഗാഥയാണ്. പക്ഷെ ആ വിജയഗാഥ എൻ്റെ സ്വന്തമാക്കുന്നത് എങ്ങനെയാണ്? എനിക്കതെങ്ങനെ സ്വായത്തമാക്കാൻ കഴിയും? വേദപുസ്തകം പഠിപ്പിക്കുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ തെറ്റുകളും എൻ്റെ കുഴപ്പങ്ങളും ഒക്കെ എൻ്റെ മക്കളിലേക്ക് എന്നാണെങ്കിലും പകർന്നു പോകുന്നുണ്ട്, എൻ്റെ സ്വഭാവവും മറ്റുള്ള കാര്യങ്ങളും. അതുപോലെ പാപവും ആദാം തൊട്ടിങ്ങോട്ടുള്ള എല്ലാവരിലേക്കും പാപം പകർന്നു വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ സ്വാഭാവികമായ ജനനത്തിങ്കൽ സംഭവിക്കുന്നത്, ഞാൻ ആദാമിന്റെ സന്തതിയായി പാപത്തിന്റെ അധീനനായി ശക്തിയില്ലാത്തവനായിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഞാൻ വീണ്ടും ജനിക്കുമ്പോൾ, വേദപുസ്തകത്തിന്റെ ഒരു പുതിയ, അല്ലെങ്കിൽ വേദപുസ്തകം മാത്രം പറയുന്ന ഒരു കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും റാഡിക്കലായിട്ടുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനനമാണ്. ആ വീണ്ടും ജനനത്തിലൂടെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ യേശുക്രിസ്തുവിന്റെ ബ്രീഡിലേക്ക്, അല്ലെങ്കിൽ ഒരു ആത്മതലത്തിലേക്ക്, കാര്യം വീണ്ടും ജനിക്കുന്നവൻ ആത്മാവിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മതലത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ഐ ബിക്കം എ ന്യൂ പേഴ്സൺ, ഒരു പുതിയ വ്യക്തി ആവുകയാണ്. അത് പക്ഷേ എൻ്റെ കയ്യിലും കാലിലും ഒന്നും നോക്കി അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് അതൊരു ആത്മയാഥാർത്ഥ്യമാണെന്ന് ഞാൻ പറയാൻ കാര്യം. അപ്പോൾ അങ്ങനെ യേശു കർത്താവിൻ്റെ മരണത്തിലൂടെ എൻ്റെ പഴയ പാപത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അതിൻ്റെ കോൺസിക്വൻസസിനെയും അതിൻ്റെ ശക്തിയെയും ഇല്ലായ്മ ചെയ്ത് യേശു എനിക്ക് ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശനം തരികയാണ്. അതിനാണ് വാസ്തവത്തിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ദൈവരാജ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ അവിടം തൊട്ട് വാസ്തവത്തിൽ യേശുവാണ് എൻ്റെ രാജാവ്. ഇപ്പോൾ ഞാൻ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന സമയത്ത് യേശു വന്നിട്ട് എന്നെ കൈപിടിച്ചുയർത്തുന്നു. കൈപിടിച്ചുയർത്തിയതുകൊണ്ട് മാത്രം രക്ഷ പൂർണ്ണമാകുന്നില്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം പിന്നെയും കുഴികൾ ധാരാളമുണ്ട്. അതുകൊണ്ട് കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറിയാൽ എൻ്റെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഞാൻ യേശുവിനോട് പറയുകയാണ്, യേശുവെ ഇനി ഞാൻ നടന്നാൽ ഞാൻ പിന്നെയും കുഴി കയറി വീഴും. അതുകൊണ്ട് നീ എൻ്റെ കൈക്ക് പിടിച്ച് നടക്കണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ നിന്റെ പിന്നാലെ വരികയാണ്. വാസ്തവത്തിൽ അതാണ് യേശുവിനെ രാജാവാക്കുക എന്ന് പറയുന്നത്. ആ നിമിഷം മുതൽ അവൻ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അവൻ അനുഗമിക്കുന്നത് യേശുവിനെയാണ്. യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിനെ പിൻപറ്റുന്ന, യേശുവിനെ രാജാവാക്കുന്ന ഒരവസ്ഥയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും അതിനൊരു പൊളിറ്റിക്കൽ കാര്യമേ അല്ല. ക്രിസ്ത്യാനിത്വം ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ കാര്യമല്ല, ഒരു ആത്മയാഥാർത്ഥ്യമാണ് എന്ന് തന്നെയല്ല. അങ്ങനെ ആ ആത്മയാഥാർത്ഥ്യം നമ്മൾ പ്രായോഗികമാക്കുന്നത് യേശുവിന്റെ കർത്തൃത്വം അല്ലെങ്കിൽ രാജത്വം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടാണ്. അതെ, അതാണ് നമുക്ക് ആവശ്യം. പാപം തേരോട്ടം നടത്തുന്ന ദുഷ്ടപങ്കിലമായ ഈ ലോകവ്യവസ്ഥയിൽ നിന്നൊരു വിമോചനം നമുക്ക് ആവശ്യമാണ്. തിന്മ അധീശത്വം വഹിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്നും പൂർണ്ണമായും നന്മയുടെ അവതാരമായ ദൈവപുത്രനെ, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് കർത്താവായി ജീവിതത്തിൻ്റെ അതിനായകനായി നാം സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്ന അതാണ്. ഞങ്ങളുടെ എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവിനെ ഇപ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലേക്ക് ക്ഷണിക്കുവാൻ, രക്ഷകനും കർത്താവുമായി ഉൾക്കൊള്ളുവാൻ, യഥാർത്ഥമായ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവകാശിയായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹീതമായ ചിന്തകൾ പങ്കുവച്ച പ്രിയ സാജുവിനോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നമസ്കാരം. നന്ദി. Number 15748 Bahrain, PB number 46 Tiruvalla, Kerala.